ഹലോ ഹായ്. അപ്പം നമുക്കിന്നൊരു ചീസി സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് അത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനകത്ത് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സവാള ഇട്ട് കൊടുക്കണം. സവാള ഇട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി നേരെ ഇരിക്കണം. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് സവാള. അതെല്ലാവർക്കും അറിയാവുന്നില്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്സിക്കം അല്ല, ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ് ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കണം. ഇത് പെട്ടെന്ന് കാണിക്കും. അതൊക്കെ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ക്യാബേജിൻ്റെ ഒരു പച്ച മണം ഒന്ന് ജസ്റ്റ് മാറി കിട്ടിയാൽ മതി. ഒത്തിരി ഇട്ട് വേവിക്കുകയൊന്നും വേണ്ട. അതൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്യാപ്സിക്കം കുട്ടനെ ഇട്ട് കൊടുക്കണം. അത് ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ചിക്കനാണ്. അതൊന്ന് പൊടിച്ച് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലയിലേക്ക് പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാവേ. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ബാക്കി പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാലപ്പൊടി, ഇത്രയും കൂടെ ഇട്ടിട്ട് അതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്നില്ല, പൊടിച്ചല്ല ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതേ ഉള്ളൂ. അത് നമ്മൾ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആദ്യം ഇങ്ങനെ ചിക്കൻ വെളുത്തതുപോലെയൊക്കെ കാണും, പക്ഷേ അതെല്ലാം മസാലയെല്ലാം മിക്സായി അത് പിടിച്ച് കഴിയുമ്പോഴത്തേനും നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എരിവിനായിട്ട് കുറച്ച് ചതച്ച മുളകാണേ, അതൊന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒരു പാത്രത്തിലോട്ട് മാറി ജസ്റ്റ് ഒന്ന് ചൂട് മാറിയതിന് ശേഷം അതിനകത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മുടെ സമൂസ ഷീറ്റ് ഇങ്ങനെ ഒരു പ്ലസ് ചിഹ്നം പോലെ നമ്മൾ ആദ്യം വെച്ച് കൊടുക്കണം. ഇപ്പോൾ 3 ഷേപ്പിലാണ് നമ്മൾ സമൂസ ഉണ്ടാക്കുന്നത്. ഇതൊരു ബോക്സ് പോലെ ആക്കിയെടുക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ സമൂസ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് മസാല ഇട്ട് കൊടുക്കണം. മസാലയുടെ മുകളിലോട്ട് മൊസാറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ മൊസാറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോള് പറയാം കുറച്ചുകൂടെ ഇട്ടോളാം, നമുക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊന്ന് നമ്മളൊരു ബോക്സ് പോലെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. 4 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ സൈഡൊക്കെ മൈദാമാവ് കുറച്ച് വെള്ളത്തിൽ കലക്കി നമ്മൾ ഇതിൻ്റെ അടുത്ത് വെച്ചേക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം നമ്മൾ ആ മൈദാമാവ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനകത്ത് മസാലയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ ചെയ്യണേ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ സമൂസ ഉണ്ടാകുന്ന പോലെ കോൺ ഷേപ്പിലാക്കിയിട്ട് അതിനകത്തോട്ട് മസാല ഫില്ല് ചെയ്യണം. മസാല ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മൊസാറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ട് സാധാ സമൂസ ഷീറ്റ് മടക്കുന്നത് പോലെ മടക്കി ലാസ്റ്റ് മൈദാമാവ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതിനകത്ത് ഒരുപാട് മസാല നമുക്ക് വെക്കാം. കോൺ പോലെ ഇരിക്കുന്നതുകൊണ്ട് അതിനകത്ത് ഒത്തിരി മസാല കയറത്തില്ലേ. അപ്പോൾ പിന്നെ ഇച്ചിരി ചീസൊക്കെ അധികം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലോട്ട് വീണ്ടും കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. വീണ്ടും അതിൻ്റെ മുകളിലോട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മൊസാറല്ല ചീസ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. ചീസൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അധികം ചീസ് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെ അതും സാധാ പോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒട്ടിക്കുമ്പോൾ നല്ല സീൽ ചെയ്ത് ഒട്ടിക്കണം കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ പുറത്തു പോകും. ഇനി നമ്മൾ റോൾ ഷേപ്പാണ് റോളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലും ഇതുപോലെ മസാല ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് ഞാൻ ചീസ് വെച്ചിട്ടില്ല കേട്ടോ. സാധാ പോലെ തന്നെ വെച്ചിട്ട് മസാല വെച്ച് അതിൻ്റെ ആ ഭാഗത്ത് കുറച്ച് മൈദാമാവ് ഒന്ന് തേച്ച് കൊടുക്കണം. ഇനി അത് നല്ലതായിട്ട് റോൾ ചെയ്ത് വിട്ടാൽ മതി. റോൾ ചെയ്തിട്ട് അതിൻ്റെ എൻഡ് വന്നിട്ട് കുറച്ചുകൂടെ മാവ് ഒട്ടിച്ച് അവിടെയും കൊടുത്തിട്ട് മസാല ഇരിക്കുന്ന 2 സൈഡൊന്ന് അകത്തോട്ട് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ അധികം ഒന്നും പുറത്തോട്ട് ഇതിൻ്റെ മസാല പോയിട്ടില്ല. കാര്യം നമ്മൾ സൈഡ് ഒന്ന് ഓപ്പണായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇതൊരു പാലപ്പച്ചട്ടി, അപ്പോൾ ഒരു കുഴിയുള്ള പാത്രം എടുക്കുവാണെങ്കിൽ എണ്ണ അധികം ഉപയോഗിക്കേണ്ടി വരത്തില്ല. അതിനകത്തോട്ട് ഇട്ട് നമ്മൾ ആദ്യം തന്നെ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അത് ആദ്യത്തെ ഇട്ടതിനകത്ത് കുറച്ച് മസാല ഒന്ന് പുറത്ത് പോയിട്ടുണ്ട്, അത് അതിനകത്ത് കാണുന്നത്. അങ്ങനെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും, ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ മസാലയൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ കളർ മാറി അതിൻ്റെ അകത്തൊന്ന് ഒക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്കിത് എടുത്ത് മാറ്റാവേ. ഈ ചീസ് വെച്ച സംഭവങ്ങളൊക്കെ നമ്മൾ ചൂടോടെ തന്നെ എടുക്കണം, അല്ലെങ്കിൽ അതങ്ങ് ഒരുമാതിരി ആയിപ്പോവും. ഞാൻ റോളിനകത്തൊന്നും ചീസ് വെക്കാതെ ചെയ്തത് കേട്ടോ. അങ്ങനെ മസാല നമ്മുടെ സമൂസ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ ബോക്സ് ഷേപ്പിലുള്ളതാണ് റെഡിയാക്കുന്നത്. അങ്ങനെ എല്ലാം നമ്മുടെ സംഭവങ്ങളെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. 3 എണ്ണം വീതമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെയും മസാല ഒരുപാട് അധികം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് മക്കൾക്ക് സ്കൂളിലൊക്കെ വേണമെങ്കിൽ കൊടുത്തു വിടാൻ വേണ്ടി പിറ്റേ ദിവസത്തേക്കൊക്കെ എടുക്കാം. നമ്മളെ ഇനി ചുന്തരിയാക്കുവാണേ, ഉണ്ടാക്കിയ സംഭവങ്ങൾ ചുന്തരിയാക്കാൻ വേണ്ടി കുറച്ച് സോസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മല്ലിയില ഇങ്ങനെ വെച്ച് ഗാർണിഷ് ചെയ്തേക്കുവാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇതിനകത്ത് വെച്ച ചീസ് വലിയുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഞങ്ങളൊന്ന് തുറന്ന് നോക്കി. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചീസ് വലിഞ്ഞു വരുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.